بسم الله الرحمن الرحيم الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين. ما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا. صدق الله المولانا العلي العظيم. ما يصيب المسلم من نسب ولا وسب ولا هم ولا غم ولا عذاب حتى الشوكة يشاقها إلا كفر الله بها خطايا، أو كما قال شفيعنا رسول الله صلى الله عليه وسلم. إلهي نجني من كل ضيق بجاه المصطفى خير الجميع، فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. സമാദരണീയരായ മുത്തഅല്ലിമീങ്ങളെ, അറിവിന്റെ വാതായനങ്ങൾ വാരിക്കോരി പറഞ്ഞു തന്ന എൻ്റെ പ്രിയം നിറഞ്ഞ ഉസ്താദുമാരെ, പണ്ഡിത ശ്രേഷ്ഠരെ, പണ്ഡിത പടുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമാഗതനാകുന്നതിന്റെ പ്രധാന ഉദ്ദേശം, പ്രധാന ലക്ഷ്യം അസ്സബർ, ക്ഷമ അഥവാ സഹനം എന്ന വിഷയത്തെ പറ്റി എന്നിൽ അറിയാവുന്നത് നിങ്ങൾക്ക് പകർന്നു നൽകാനാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നാം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സബർ, സഹനം അഥവാ ക്ഷമ എന്ന വിഷയത്തെ പറ്റി നാം നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയാന്തരത്തിൽ ആദ്യമായി വരുന്ന ഒരു സ്വഹീഹായ ഹദീസാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അത് എവിടെ നോക്കിയാലും, ക്ഷമയെ പറ്റി നാം എവിടെ പരിശോധിച്ചാലും നമുക്ക് ആദ്യമായി കാണാൻ പറ്റുന്ന ഒരു സ്വഹീഹായ ഒരു ഹദീസാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. എന്നിരുന്നാൽ തന്നെയും അതിന്റെ അപ്പുറം ക്ഷമയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ എങ്ങനെ ക്ഷമിച്ചാലാണ് അവൻ ക്ഷമിച്ചിട്ടുണ്ട്, അവൻ സഹനത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അവൻ സഹനം പ്രകടന കാഴ്ച വെച്ചിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ക്ഷമയല്ല, അതിന്റെ അപ്പുറം നമ്മൾ ചിന്തിച്ചാലാണ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളും ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് ദുഃഖങ്ങൾ വന്നാലും, എന്ത് ദുരിതങ്ങൾ വന്നാലും എന്ന് വേണ്ട, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് ദുരിതങ്ങൾ വന്നാലും, ശാരീരികമാകട്ടെ മാനസികമാകട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് ദുരിതങ്ങൾ വന്നാലും, സാമ്പത്തികമായ ബാധ്യതകൾ വന്നാലും, ഇതെല്ലാം അല്ലാഹു തന്നതാണല്ലോ, ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണല്ലോ, ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണല്ലോ, ഇതെല്ലാം അല്ലാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണല്ലോ, ഇതെല്ലാം പ്രതിസന്ധികളും എല്ലാം മറികടന്നുകൊണ്ട് ഇതെല്ലാം അല്ലാഹുവിലേക്ക് ബലമേൽപ്പിച്ചുകൊണ്ട് ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണല്ലോ. ജീവിതമാണെങ്കിൽ അതിൽ പരീക്ഷണം ഉറപ്പാണല്ലോ, ഇതെല്ലാം അല്ലാഹു നമുക്ക് നൽകുന്ന പരീക്ഷണമാണല്ലോ. അതുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതെന്തൊരു വന്നാലും നാം ചിന്തിക്കേണ്ട, കഴിവത്തോട് കാണേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, മുതലും സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾക്ക് എന്ത് മുസീബത്ത് വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ദുഃഖകരമായ അവസ്ഥ വന്നാൽ നിങ്ങളെ മറികടന്നുകൊണ്ട് ക്ഷമയെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, സഹനത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ മുത്തഖീന ഫീഹാ അലൽ അറായിക ലാ യറൗന ഫീഹാ
ശംസൻ വലാ സംഹരീറാ. ക്ഷമയെ മുറുകെ പിടിക്കുന്നവർക്ക്, സഹനം മുറുകെ പിടിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് ജന്നതൻ വഹരീറാ, സ്വർഗ്ഗവും അതിലെ പട്ടടയാളുകളും അവന് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്നതാണ്. മുത്തഖീന ഫീഹാ അലൽ അറായിക്. സത്യവിശ്വാസികൾ നേരിട്ടാട്ടിൽ സത്യവിശ്വാസികൾ വലിച്ചാരിയോടെ ഇരിക്കുന്നതാണ് സ്വർഗ്ഗത്തില്. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ദുനിയാവിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നവരാണ്. 2 മാസം മുമ്പല്ലേ നമ്മൾ ശക്തമായ ചൂട് അനുഭവിച്ചത്. കിടക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, ശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചതല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. അവിടെ ശക്തമായ ചൂടില്ല, ശക്തമായ തണുപ്പില്ല, എല്ലാം നേരമായ കാലാവസ്ഥയാണ് പരിശുദ്ധമായ സ്വർഗ്ഗത്തില്. സഹോദരങ്ങളെ, എങ്ങനെ ക്ഷമിച്ചാലാണെന്നറിയോ നമുക്ക് അവൻ ക്ഷമാശീലകളെന്ന് പറയാൻ കഴിയുന്നത്? എങ്ങനെ ക്ഷമിച്ചാലാണ് എങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് വളരെ പീഡനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നൊമ്പരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മർദ്ദനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ മർദ്ദനം ഏറ്റുവാങ്ങുന്നത്? ബിലാൽ ഇബ്നു റബാഹ് അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു മർദ്ദനത്തിന് അർഹനായിരിക്കുകയാണ്. താൻ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, താൻ മുസ്ലിമായതിന്റെ പേരിൽ, താൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഉത്തുബ എന്ന് പറയുന്ന യാചകൻ, ഉത്തുബ എന്ന് പറയുന്ന ശത്രു ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയാണ് സഹോദരങ്ങളെ. ഇങ്ങനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടൂ, കുറച്ച് ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുപോയി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂര നമസ്കാരാനന്തരം കടന്നു പോകുമ്പോൾ യാദൃച്ഛികമായിട്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. ശക്തമായ ചൂടാണ്, പൊള്ളുന്ന ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വേറെ ചൂട് സഹിക്കാൻ കഴിയുന്നെങ്കിൽ ആ ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥകൾ അവര് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയെ പറ്റി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു തന്റെ യജമാനനോടും തന്റെ യജമാനനായ ഉപ്പയോട് യാചിക്കുന്നു, എനിക്കല്പം വെള്ളം തരണേ, എനിക്കല്പം വെള്ളം തരണേ, ദാഹം സഹിക്കാൻ കഴിയുന്നില്ല, ശക്തമായ ചൂടാണോ, എനിക്കല്പം വെള്ളം തരുമോ, എനിക്കല്പം വെള്ളം തരുമോ? സഹോദരങ്ങളെ, ആ സമയത്ത് ഉപ്പ ചെയ്തതെന്നറിയുമോ? യജമാനൻ ചെയ്തതെന്നറിയുമോ? ഒരു പാത്രമായിട്ട് തന്റെ ഒട്ടകത്തിന്റെ അടുക്കൽ ചെന്നു. ഒരു പാത്രമായിട്ട് തന്നെ ഒട്ടകത്തിന്റെ അടുക്കൽ ചെന്ന് ഒട്ടകത്തിന്റെ മൂത്രം ആ പാത്രത്തിലെടുക്കുകയാണ്. ആ മൂത്രം എടുത്തിട്ട് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ചിന്തിക്കണം, ഗൗരവത്തോട് കാണേണ്ട ഒരു ചരിത്രമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, യാ ബിലാലേ, ഈ മൂത്രം നീ കുടിക്കൂ ബിലാലേ, നീ ക്ഷമിക്കൂ ബിലാലേ, ഈ മൂത്രം നീ കുടിക്കൂ ബിലാലേ. നാളെ ഹൗദുൽ കൗസറിൽ നീ എല്ലാവരുടെയും കൈകളിൽ ഞാൻ, എല്ലാവരുടെയും തൃക്കരങ്ങളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. യാ ബിലാൽ, നിന്റെ വായിൽ ഞാൻ ഒഴിച്ചു തരാം, എല്ലാവരുടെയും കയ്യിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോ നിനക്ക് മാത്രം ഞാൻ നിന്റെ വായിൽ ഞാൻ ഒഴിച്ചു തരാം ബിലാലോ. ആ സമയത്ത് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിയോടുകൂടിയ മൂത്രം കുടിച്ചു എന്ന ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിനാണ് ക്ഷമ എന്ന് പറയുന്നത്, ഇതിനാണ് സഹനം എന്ന് പറയുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ഘട്ടങ്ങൾ, എന്ത് ദുഃഖകരമായ ഘട്ടങ്ങൾ വന്നാലും അല്ലാഹ് നീയല്ലേ തന്നത്. അല്ലാഹു അഹദ്, നീ ഏകനാണല്ലോ അല്ലാഹ്, നീ ഏകനാണല്ലോ അല്ലാഹ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന മഹത്വം എന്തെന്നറിയുമോ? സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിലെ തരുണീമണികളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗ്ഗത്തിലെ ഹൂറികളുണ്ടല്ലോ. ആര് ക്ഷമിക്കുന്നവോ, പ്രതിസന്ധി വന്നാലും എന്ത് ഘട്ടങ്ങൾ വന്നാലും ആര് ക്ഷമിക്കുന്നോ അവൻ ആ സ്വർഗ്ഗത്തിലെ ഹൂറികളെ, തരുണീമണികളായ ഹൂറികൾ നൽകുന്നുണ്ട്. കള്ളം പറയാതെ നാവുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
ആരാണ് ഹൂറുലുകൾ? ആരാണ് ഹൂറുലുകൾ? ചുണ്ടിന്റെ വെളിയിൽ പല്ല് കണ്ടതുണ്ട്, അമ്പരം നീട്ടുന്നുണ്ട്. ഹൂറുലങ്ങളെ കണ്ടിട്ട് സ്വർഗത്തിലെ തരുണീമണികളായ പെണ്ണുങ്ങളെ കണ്ടിട്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അത്ഭുതപ്പെട്ടു പോയി, അമ്പരന്ന് പോയി, അന്തം വിട്ട് നോക്കി വന്നു. മലിനങ്ങളില്ല, മണവസ്തു ഭൂഷാദപ്പോഴും മണമുണ്ട്. ഹൈറില്ല, നിഫാസില്ല, അശുദ്ധികളില്ല, മോശമായ ദുർഗന്ധങ്ങളില്ല. സഹോദരങ്ങളെ, ദുനിയാവിലെ കാര്യം നാം ചിന്തിച്ചു നോക്കൂ. ദുനിയാവിലെ പെണ്ണിന്റെ പുറകെ പോകുന്ന സഹോദരങ്ങളെ, ദുനിയാവിലെ പെണ്ണിന്റെ സുഖം കിട്ടാൻ നോക്കി നിൽക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഈ ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ നിങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി നിങ്ങളത് ക്ഷമിച്ചു കഴിഞ്ഞാൽ, നാളെ സ്വർഗ്ഗത്തിലെ തരുണീമണികളായ ഹൂറിലേങ്ങൾ അവന് നൽകുമെന്ന് കള്ളം പറയാതെ നാവ് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഗാബ് ഹത്താ ശൗഖതു യുശാഖുഹാ ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ. എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് അദാബുകൾ വന്നാലും, എന്ത് മുസീബാത്തുകൾ വന്നാലും, എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ വന്നല്ലോ ദുനിയാവിൽ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. ശാരീരികമായ ദുഃഖങ്ങളുണ്ട്, മാനസികമായ വിഷമങ്ങളുണ്ട്, സാമ്പത്തികമായ ബാധ്യതകളുണ്ട്. ഇതെല്ലാം അല്ലാഹുവിനാണല്ലോ. ഇതെല്ലാം ഒരു മുസ്ലിമിന് നേരിട്ട് കഴിഞ്ഞാൽ, അത് പെണ്ണാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു മുസ്ലിമിനെ നേരിട്ട് കഴിഞ്ഞാൽ ഏതുവരെ അറിയുമോ? അവൻ റോഡുകളോട് കടന്നു പോകുമ്പോൾ, അതല്ലെങ്കിൽ ഈ കാണുന്ന പ്രദേശത്തോട് കടന്നു പോകുമ്പോൾ, അവന്റെ കാലിലൊരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ചെറിയ വേദന അവൻ എപ്രകാരമാണോ സഹിക്കുന്നത്? ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ. ആ ഒരു ചെറിയ വേദന അവൻ സഹിച്ചതിന്റെ പേര്, ആ ഒരു ചെറിയ വേദന അവൻ സഹിച്ചതിന്റെ പേര്, ആ ഒരു ദുഃഖം അവൻ മാറ്റിവെച്ച അല്ലാഹു തന്നതാണല്ലോ. എല്ലാം അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചിട്ടുണ്ട്. ദുനിയാവാണെങ്കിൽ അങ്ങനെയാണല്ലോ, നാം ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണല്ലോ. ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നതല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ. അവനാം ചെറിയ മുള്ളിന്റെ വേദന സഹിച്ചെങ്കിലോ അതിന് പ്രധാനമായ അതിന്റെ തുല്യമായി നിൽക്കുന്ന അവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചുകളയുമെന്ന് കള്ളം പറയാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോ ക്ഷമയെന്ന് പറഞ്ഞാൽ സഹനമെന്ന് പറഞ്ഞാൽ നാം മുമ്പുള്ള പ്രവാചകന്മാരെ തന്നെ നാം നോക്കണം. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം മക്കളില്ലാതെ വർഷങ്ങളോളം കൊച്ചുപിടിക്കുന്ന സമയത്ത് അല്ലാഹു ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന് പറയുന്ന കൊണ്ടുപോകാൻ നൽകുമ്പോ അതിന്റെ സന്തോഷത്താൽ മൊഴി കഴിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, അവനെ ബലിയിറക്കുക എന്ന കൽപ്പന വരുമ്പോ സഹോദരങ്ങളെ മടി കൂടാതെ അല്ലാഹു പറഞ്ഞതാണല്ലോ, ഒരു ദുഃഖം കൂടാതെ ഒരു വിഷമമില്ലാതെ നമ്പരമില്ലാതെ എല്ലാം അല്ലാഹു തന്നതാണല്ലോ എന്ന വിഷയത്തിൽ അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന യാന്ത്രത്തിൽ അല്ലാഹു എന്ന ഉറപ്പ് ചിന്ത അതിന് തയ്യാറായിരിക്കുമോ? ഇതൊക്കെയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ്. അങ്ങനെ ക്ഷമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും ദുഃഖങ്ങൾ വന്നാലും അതിനനുസരിച്ച് അതിന്റെ കാലഘട്ടം അനുസരിച്ച് എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവനിലേക്കാണല്ലോ നമ്മുടെ മടക്കം എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ള കൽപ്പ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ക്ഷമിക്കാനുള്ള കൽപ്പ് അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള കൽപ്പ് അല്ലാഹു നൽകുമാറാവട്ടെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു നമുക്ക് ഒരുക്കി നൽകുമാറാവട്ടെ.
എല്ലാവരും ക്ഷമിക്കൂലേ? എല്ലാം അള്ളാഹുവിന് വേണ്ടി. അപ്പോൾ എന്റെ കർത്തവ്യം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ദുആകൾ എന്നെയും ഉൾപ്പെടുത്തണം എന്ന പ്രതീക്ഷയോടെ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.